സി.എൻ. ജയദേവൻ്റെ വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയെടുത്ത് നിർമ്മിച്ച സ്റ്റീൽ പാലമാണ് ഇത്. ഇത് 2 കരകളെ യോജിപ്പിക്കുന്ന ഒരു സ്റ്റീൽ പാലം. എന്തായാലും ഒരു നല്ലൊരു കാഴ്ചപ്പാടാണ്. 2 കരകളെയും കൂടി യോജിപ്പിച്ച് ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയിരിക്കുകയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി വീതിയുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായേനെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കും നടന്നു പോകാം, അതുപോലെ തന്നെ ബൈക്കുകൾക്കും പോകാം. ആൾക്കാർക്ക് നടന്നു പോകാനായിട്ടൊരു സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അതൊരു മുൻകാഴ്ചയില്ലാത്തൊരു വർക്കായി പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ കുറച്ച് സാമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, അവിടേക്ക് കടക്കണമെങ്കിൽ ഫീസ് എൻട്രി വെച്ചിരിക്കണം. ഒരു പഞ്ചായത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫീസ് എൻട്രി വയ്ക്കേണ്ട കാര്യമുണ്ടോ? അതിനൊക്കെ ഇനി തൃശ്ശൂർ നെഹ്റു പാർക്കിൽ ഫീസ് എൻട്രി മേടിക്കാൻ വെച്ചാൽ എത്ര കാശ് ലാഭം കിട്ടും. ഇനിയിപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ അതിന് ഫീസ് മേടിക്കുമോ എന്നുള്ള സംശയം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അധികാരികൾ. അവിടെയൊക്കെ ഫ്രീ ആക്കി വയ്ക്കണമെന്നേ. അതൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കട്ടെ. അതിനൊക്കെയുള്ളൊരു സൗകര്യമുള്ള സ്ഥലങ്ങളല്ലേ, അതൊക്കെ കാണാനായിട്ടുള്ള സ്ഥലങ്ങളല്ലേ. അതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് കാണുമ്പോൾ അവിടെ ഒന്നും പാർക്കിന് അവിടേക്ക് കടക്കാൻ എൻട്രി ഫീസൊന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ ഈ പാലം തന്നെ കുറച്ചും കൂടി വീതി ഉണ്ടെങ്കിൽ 2 ബൈക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതുപോലെ തന്നെ ആൾക്കാർക്ക് നടക്കാനായിട്ട് ഒരു പാത, ചെറിയൊരു പാലം മുദ്ദ മതി. ഇപ്പോൾ ഇത് 2 ബൈക്കുകൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്കും പേടി, ബൈക്കുകാർക്കും പേടി, ബ്ലോക്കാവും ചെയ്യുന്നു. അല്ലെങ്കിൽ അവനെ ബൈക്കുകാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷേ അത് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി മുൻകാഴ്ച, കുറച്ചും കൂടി പൈസ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊരു വലിയൊരു സംരംഭമായിട്ട് മാറ്റാമായിരുന്നു. എന്തായാലും CPI MP സി.എൻ. ജയദേവന് ഈ ഒരു 2 കോടി രൂപ ചിലവാക്കി ഇത്രയും നല്ലൊരു പാലം പണിതതിന് എന്തായാലും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണെന്നുള്ളത് 100% സത്യമാണ്. പലരും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ വികസന ഫണ്ടുകളൊക്കെ പാഴായി കളയുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് ഇങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങളാക്കി ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന കാലങ്ങളാണ്. അപ്പോൾ മാക്സിമം ജനങ്ങൾക്ക് ഇതുപോലെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ എത്ര ടൂറിസ്റ്റുകൾ അവിടെ വരുന്നതെന്ന് അറിയാം. അവർക്ക് നമുക്കൊരു പ്രത്യേകത അതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഈ പാലം അങ്ങനെ ആടുന്ന പോലെ തോന്നും. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇതിൻ്റെ വർക്ക് നടന്നു നോക്കുന്നത്. ചിലപ്പോൾ ഇത്ര വീതിയായിട്ട് പണിയുമ്പോൾ ചിലപ്പോൾ പൈസ ബുദ്ധിമുട്ടൊന്നും വരില്ല. 2 കോടി എന്നുള്ള 3 കോടി 4 കോടി 5 കോടിയൊക്കെ ആവും. അപ്പോൾ ഉള്ള പൈസ കൊണ്ട് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഗുഡ് സൈ